വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈ തീം കേക്കായിട്ടാണ്. അതിനായിട്ടൊരു റൗണ്ട് കേക്ക് ക്രം കോട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 10 ഇഞ്ചിൽ ചെയ്ത 2 kg കേക്കാണ്. അപ്പോൾ അതിനെ നടുക്കായിട്ട് മുറിച്ചിട്ട് 2 സൈഡിലേക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നടുഭാഗം 2 സൈഡിലും സൈഡ് ഭാഗം നടുക്കായിട്ടും. എന്നിട്ട് നമ്മളതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലേക്ക് ഇനി മാറ്റിയെടുക്കാനായിട്ട് പോവാണ്. അതിന് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് മാർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു നൈഫാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് ആ സെൻറ്ററിൽ മാർക്ക് ചെയ്ത വരയുടെ 2 വശത്തായിട്ടും ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെയൊക്കെ ചിറകിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു വെട്ടുണ്ടാവില്ലേ, ആ വെട്ട് നമുക്കിനി ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 ചിറകിൻ്റെയും ആ ഒരു വെട്ട് ഒരേ അളവിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം. അതിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഒരേ കറക്റ്റ് അളവാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി. അതിനായിട്ട് ഈ നൈഫ് ഒന്ന് ഒരറ്റത്തുനിന്ന് അപ്പുറത്ത് അങ്ങേ അറ്റം വരെ ഒന്ന് നീട്ടി വെച്ച് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരേ അളവാണോ എന്ന്. അതിന് ശേഷം നമ്മൾ ആ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ ക്രം കോട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ആ നടു മുറിച്ചില്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ ക്രംസൊക്കെ ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിന് മൊത്തത്തിൽ ഒന്നും കൂടെ ക്രം കോട്ട് ചെയ്യാനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന നോസിൽ റൊസെറ്റ നോസിലാണ്. അങ്ങനെ നമ്മൾ ക്രീം ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഐസിങ് നൈഫ് കൊണ്ട് അതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. കാരണം ഇതിൽ എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ ഒരു റൗണ്ട് കേക്ക് സ്ക്വയർ കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എയർ ബബിൾസ് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് നമുക്കത് അത്ര ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് എയർ ബബിൾസൊക്കെ സോഫ്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ എയർ ബബിൾസിൻ്റെ പ്രശ്നം വരില്ല. ക്രം കോട്ടാണെങ്കിലും അത്യാവശ്യം ക്രീം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ടാകുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് തന്നെ നല്ല പണിയായിരിക്കും ഇത്. പിന്നെ മറ്റ് കേക്കുകളെ അപേക്ഷിച്ച് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഈ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ആയതുകൊണ്ട് നല്ല ക്ഷമയിൽ പതുക്കെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതിൽ നമ്മളിപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇപ്പോൾ ഫൈനൽ കോട്ടിന് വേണ്ടി പുറത്തെടുത്തേക്കാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ക്രീം നന്നായിട്ട് സോഫ്റ്റ് ആക്കുക. എന്നിട്ട് നമ്മളതിനെ ഫൈനൽ കോട്ട് ചെയ്താൽ മതി. നന്നായിട്ട് സോഫ്റ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കാർഡ് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് സ്വൈപ്പ് ചെയ്തെടുക്കുക. അത് നല്ല എന്ന് വെച്ചാൽ വളവും ചെരിവൊക്കെ ആയിട്ടല്ലേ വരുന്നത്. പല ഒരു ഷേപ്പിലാണല്ലോ, ഒരു ചിറകിൻ്റെ ഒരു ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്തു പോകാൻ പറ്റില്ല. ഇതിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ബോറാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഓടിച്ചു വിട്ട് കാണിക്കുന്നതാണ്. കട്ട് ചെയ്യുന്നത് നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നല്ല സ്ലോയിൽ തന്നെ, അതൊട്ടും ഞാൻ ഓടിച്ചു വിടാതെ ഇട്ടത് അതാണ്. ഇതിപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഇത് ഫൈനൽ വരെയും ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഞാൻ നല്ല ലെങ്ത്തും കൂടും വീഡിയോയുടെ. പിന്നെ നിങ്ങൾക്കതൊരു ബോറായിരിക്കും. പിന്നെ അത് നിങ്ങൾ തന്നെ ഓടിച്ചു വിടും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഫിനിഷ് ചെയ്യാൻ പറ്റുമോ അത്രയും കേക്കിനെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിത് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കണം. കാരണം നമ്മൾ അത്രയും പുറത്ത് ടൈം വെച്ചിട്ടാണല്ലോ ഇത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഞാൻ ആ 2 ചിറകിലായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഡിസൈനിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്ലാക്ക് കളർ ക്രീം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. സൈഡിൽ കൂടെ ബ്ലാക്ക് ഇങ്ങനെ വരച്ചങ്ങ് പോവുക. എന്നിട്ട് ആ ഒരു ഭാഗം ഫുള്ള് അതിൻ്റെ ചുറ്റും ഔട്ട്ലൈൻ ഫില്ല് ചെയ്യുക. നടുഭാഗത്തുള്ള ഡെക്കറേഷനിൽ ഞാൻ ചെറിയ ഡോട്ട് ഇട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ ഡ്രസ്സ് ഒരു ജീൻസും ടോപ്പുമാണ്. അപ്പോൾ ഒരു 2 വയസ്സുള്ള ഒരു കുട്ടിയാണിത്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഈ തീമിൽ ചെയ്തെടുക്കണത്. ഇപ്പോൾ ജീൻസും ടോപ്പൊക്കെ ആകുമ്പോൾ ഒരുപാട് ഹെവി വർക്ക് വരുമ്പോൾ അത് കുട്ടിയുടെ ഡ്രസ്സായിട്ട് മാച്ചായി പോവില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് നടുഭാഗത്തായിട്ട് ബട്ടർഫ്ലൈയുടെ ഒരു ബോഡി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇല്ലാതെ അത്യാവശ്യം വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നെക്കി ഒരു ബോൾ പോലെ എടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലും നമ്മൾ ആ ക്രീം ഒരു പോലെ
ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ കണ്ണും ഒരു ബട്ടർഫ്ലൈയുടെ വായും വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ കൂടെയൊക്കെ ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.